Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബൈനോമോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ ഓൾറെഡി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും കാണാൻ കഴിയും. ഓക്കെ, ഇതിൽ നമുക്ക് സൈൻ ഇൻ എന്ന് കാണാൻ കഴിയും. ഈ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൈൻ അപ്പ് ഓപ്ഷനിൽ നമുക്ക് ഫേസ്ബുക്ക് വഴിയും നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ വെച്ച് നമുക്കിവിടെ ഇമെയിൽ ഐ ഡി കൊടുത്തുകൊണ്ട് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിപ്പോൾ മൊബൈലിൽ ഇത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ പോയാലും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ വെബ്സൈറ്റിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് iOSനും അതുപോലെ തന്നെ ആൻഡ്രോയിഡിനുമുള്ള ആപ്ലിക്കേഷൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ഒരു ഇൻട്രോ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻട്രോ അവർ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഞാനിതിൽ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സൈൻ ഇൻ കൊടുത്തു. അതിനുശേഷം ലോഗിനിൽ എൻ്റെ ഇമെയിലും പാസ്വേഡും വെച്ച് ഞാൻ സൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസും കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡെമോ അക്കൗണ്ടിൽ 11,98,762 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ ഡെമോ അക്കൗണ്ടിൽ നമുക്കിതിൽ 65,000 രൂപ ഉണ്ടാവും. അപ്പോൾ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ റിയൽ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ട് കളിക്കുക. ഓക്കെ, അപ്പോൾ ഡെമോ അക്കൗണ്ട് ഇതിൽ ഞാൻ പറഞ്ഞത് ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്നത് 65,000 രൂപയാണ്. അതിനുശേഷം ഡെമോ അക്കൗണ്ടിൽ ഞാൻ കളിച്ചിട്ടാണ് ഇങ്ങനെ 11 ലക്ഷത്തി സംതിങ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കളിച്ചതിൻ്റെ കിട്ടിയതും അതുപോലെ തന്നെ പോയതുമായിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററീസും കാര്യങ്ങളും നമ്മൾ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിന് അനുസരിച്ചിട്ട് നമ്മളിത് കളിക്കുക. ഓരോ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് സൂട്ടബിൾ ആവുന്ന ടൈമിൽ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ലൈൻ ആവും കാണാൻ കഴിയാം. അപ്പോൾ നമ്മൾ ഈ ലൈനുള്ളത് നമുക്ക് ഇത് താഴോട്ടാണോ മേലോട്ടാണോ എന്ന് പോകുന്നത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, മൗണ്ടൻ, അതുപോലെ തന്നെ ലൈന്, ക്യാൻഡിൽസ്, ബാർസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്യാൻഡിലോട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ക്യാൻഡിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാൻഡിൽസെല്ലായിട്ട് കാണാൻ കഴിയും. റെഡും അതുപോലെ തന്നെ ഗ്രീനും കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ഈ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ബാറ് മേലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പ്രിഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മേലോട്ട് പോകുന്നു എന്ന് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് മേലോട്ട് ബൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ഇതിപ്പോൾ റെഡ് നമ്മൾ താഴോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാണ് ഇത് പോകുന്നത് താഴോട്ടാണ്, ആരോ വരുന്നത് താഴോട്ടാണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എത്ര എമൗണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഇതിൽ 70 ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് 350 ഉണ്ട്, അതുപോലെ തന്നെ 700 ഉണ്ട്. നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 100 ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 100 ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം നമ്മൾ 70 രൂപ ഇടണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കറൻസീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കറൻസികൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ അവർ തരുന്ന പെർസെൻറ്റേജ് നമുക്ക് കാണാൻ കഴിയും. ക്രിപ്റ്റോയിൽ നമുക്ക് 83% പ്രോഫിറ്റ്. വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 100 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏണിങ്സ് എന്ന് പറയുന്നത് 183 രൂപയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ യൂറോ USD ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കറൻസി നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജുള്ള കറൻസി എടുത്തിട്ട് നമ്മളിവിടെ കളിക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരുപാട് കറൻസീസ് ഓപ്പൺ ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് എന്ന ഐക്കൺ കാണാൻ കഴിയും. ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഓരോ കറൻസി നമുക്കിവിടെ ഈ പ്ലസ് ചെയ്തുകൊണ്ട് ഓരോ ഐക്കണും നമുക്കിവിടെ ഇതുപോലെ നമുക്ക് ഓരോ കറൻസീസ് നമുക്കിവിടെ ഓപ്പൺ ചെയ്തിടാം. ഒരേ ടൈമിൽ തന്നെ നമുക്ക് ഈ 3ൽ നമുക്ക് ഇൻവെസ്റ്റും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അലിഗേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഈ അലിഗേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഈ 3 ലൈന് കാണാൻ കഴിയും. ഓക്കെ, ഗ്രീന്, റെഡ്, ബ്ലൂ. ഇത് നമ്മൾ ഈ കാണുന്ന ലൈനുകൾ ഈ ഗ്രീൻ ഇപ്പോൾ താഴോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ റെഡും ബെൻഡായിട്ട് താഴോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ ഒരു ബ്ലൂ ലൈനും നമ്മൾ ബെൻഡ് ചെയ്തിട്ട് താഴോട്ടാണ് വരുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ട്രേഡ് വരുന്നത് താഴോട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എമൗണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ താഴോട്ടാണ് വരുന്നതെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ബെൻഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റെഡും ബെൻഡായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ട്രേഡ് ഇട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് നമുക്ക് വിൻ ചെയ്യായിരുന്നു. ഓക്കെ, കാരണം നമുക്ക് വലിയൊരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ക്യാൻഡിൽസ് ഒന്ന് അനലൈസ് ചെയ്യുക. പുറകോട്ട് പോയിട്ട് സൂം ഔട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്തിട്ടൊക്കെ നമുക്കിത് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ചാർട്ട് പോകുന്നത് താഴോട്ടാണോ അതെല്ലാം മുകളിലോട്ടാണോ. ഇപ്പോൾ നമുക്കിവിടുന്ന് കാണാൻ കഴിയും ഇവിടുന്ന് ഇങ്ങോട്ട് ട്രേഡ് വന്നിട്ടുള്ളത് താഴോട്ടാണ്. പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി പോയി വീണ്ടും താഴോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ചാടി കയറിയിട്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മളൊന്ന് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇത് മുകളിലോട്ട് ബെൻഡായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടൈം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമുക്കിവിടെ വലിയ ക്യാൻഡിൽസ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അപ്പോൾ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഒരു 100 നമുക്കിവിടെ 180 ആയിട്ട് നമുക്കിവിടെ പ്രോഫിറ്റ് ആവും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഇൻഡിക്കേഷൻസും 100% വർക്കിംഗ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഈ ഗ്രീൻ ഇൻഡിക്കേഷൻസ് ഇവിടെ നമുക്കിവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽസ് കാണാൻ കഴിയും. ഇതേപോലെ ഗ്രീൻ ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് മേലോട്ടാണ് പോകുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് മേലോട്ടാണ് ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ റെഡ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് റെഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ട്രേഡ് വരുന്നത് താഴോട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിനിടയിൽ ഈ ഗ്രീനും ഇതുപോലെ നമുക്ക് കാണാൻ ഇവിടെ ചെറുതായിട്ടുള്ള ഗ്രീനും അതുപോലെ തന്നെ റെഡും ഇങ്ങനെ വരിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്, മേലോട്ടാണോ താഴോട്ടാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ എത്ര എമൗണ്ട് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് ടൈം ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിവിടെ ഇവിടെ നമ്മൾ താഴോട്ട് ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ താഴോട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ 4:26 ടൈം. ഇവിടെ നമ്മൾ 1 മിനിറ്റ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് ടൈം അധികം ഇട്ടുകൊണ്ട് നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് 4 മിനിറ്റ് 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് താഴോട്ട് വരുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണാൻ കഴിയും നമ്മൾ 4 മിനിറ്റിനുള്ള ട്രേഡ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മിനിറ്റ് വരെ ഈ ട്രേഡ് ഇവിടെ ഉണ്ടാവും. നമ്മളിത് താഴോട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ട്രേഡ് വരുന്നതും താഴോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ട്രേഡ് വിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡെമോയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഡിക്കേഷൻസൊക്കെ വരുന്ന വീഡിയോസിൽ 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ ഓരോ ഇൻഡിക്കേഷൻസും ഇനി വരുന്ന വീഡിയോസിൽ പരിചയപ്പെടുത്താം. നമുക്ക് എങ്ങനെയാണ് ട്രേഡ് സക്സസ്ഫുൾ ആയിട്ട് വിൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടെ റിയൽ അക്കൗണ്ടിൽ കാണാൻ കഴിയും 1164 രൂപയുണ്ട്. ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 350 രൂപയാണ്.
ഓക്കെ, ഇപ്പോൾ എൻ്റെ റിയൽ അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഈ റിയൽ അക്കൗണ്ടിൽ കളിക്കുക. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് 1 മന്തോളം ഡെമോ അക്കൗണ്ടിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാ ഇൻഡിക്കേഷൻസും കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് അല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ ഐഡിയക്ക് കൂടെ കുറച്ച് ചിന്തിക്കണം. ഇത് മേലോട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡിക്കേഷൻസ് നമുക്ക് തരും. നമ്മളൊരു ബൈക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ നമ്മൾ റൈറ്റിലോട്ടിട്ട് നമുക്ക് മനസ്സിലായി വണ്ടി വരുന്നത് റൈറ്റിലോട്ടാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഇൻഡിക്കേഷൻസ് കാണിച്ചു തരും. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഈ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൽ സൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.